പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പകലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കുമെന്ന് അരുളി ചെയ്ത അങ്ങയുടെ വാഗ്ദത്ത വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഓരോരുത്തരെയും വീണ്ടും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ കർത്താവെ, ഒരു സാക്ഷ്യം അനേക സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്ന, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പറയപ്പെടുന്ന വചനം പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ നല്ല ഹൃദയങ്ങളിൽ അത് കർത്താവെ അതിനെ വീഴ്ത്തി കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവെ യഥാർത്ഥമായി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അതിനെ ഉൾക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം എല്ലാം അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നടത്തിയ സാക്ഷ്യങ്ങള് അനവധിയാണ് ഇതുവരെ എത്തിയത്. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു, ഇത്രത്തോളം കർത്താവ് നടത്തി. ആ വിധങ്ങളെ ചുരുക്കമായിട്ട് ദൈവ സഹോദരങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ലവ്ലി ബാബു. അനുഗ്രഹിക്കപ്പെട്ട ഒരു CSI കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന 2 സാക്ഷ്യങ്ങളെന്ന് പറയുന്നത്, യഥാർത്ഥമായി കർത്താവിനെ അറിയാതെ ഇരുന്നപ്പോഴും എന്നെ വിടുവിച്ച ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. കോട്ടയം CMS കോളേജില് BSc കെമിസ്ട്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കള്, ഞങ്ങൾ 4 പെൺകുഞ്ഞും ഒരു ബ്രദറുമാണ്. ബ്രദർ കൊച്ചിൻ റിഫൈനറിയിൽ അന്ന് ജോലിയാണ്. അപ്പോൾ അവർ തീരുമാനിച്ചു, 4 പെൺകുട്ടികളല്ലേ, CMS കോളേജിൽ എപ്പോഴും സ്ട്രൈക്കായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലി സ്ഥലത്ത് ക്വാർട്ടേഴ്സിൽ ചെല്ലും, എന്നും പത്രത്തിൽ നോക്കും എന്നാണ് കോളേജ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പോൾ എൻ്റെ പേരൻസും ബ്രദറും കൂടെ തീരുമാനിച്ചു, ഇനിയും ഇവളെ ഇങ്ങനെ ഡിഗ്രി എടുത്തിട്ട് ഇന്നത്തെ കാലത്ത് കാര്യമൊന്നുമില്ല, എന്നാൽ ഇവളെ നേഴ്സിങ്ങിനെ വിട്ടേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ പെട്ടി പാക്ക് ചെയ്ത് എൻ്റെ ഫാദർ എന്നെ കൊണ്ട് ഡൽഹിക്ക് പോയി. അവിടെ എൻ്റെ ചേച്ചി, എൻ്റെ നേരെ മൂത്ത ചേച്ചി ഡൽഹി ഗംഗാറാം ഹോസ്പിറ്റലിലെ മിഡ്വൈഫറി സ്റ്റുഡൻ്റ് ആണ്. ആ ചേച്ചിയുടെ അടുക്കൽ എന്നെ ഏൽപ്പിച്ചിട്ട് എൻ്റെ അച്ചായൻ തിരിച്ച് ജോലിയിലേക്ക് വന്നു. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് ഒരു നഴ്സിംഗ് അഡ്മിഷൻ്റെ ഒന്നും സമയമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ, ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്റ്റൽ അങ്ങനെ താമസിക്കാൻ പെർമിഷൻ ഇല്ല. അപ്പം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ എനിക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അടുത്ത ഏതെങ്കിലും ഒരു കോളേജിലോ ഒരു ഹോസ്പിറ്റലിലോ ഒരു നഴ്സിംഗ് അഡ്മിഷൻ തുടങ്ങുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 2-3 മാസങ്ങൾക്ക് ശേഷം അഡ്മിഷനൊക്കെ ഓപ്പണായി. അപ്പം അന്നത്തെ ആ സമയം, അതായത് ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. നമ്മുടെ +2ന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടാലേ അന്ന് ഡൽഹി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ BSc നഴ്സിങ്ങിന് ഒരു ആപ്ലിക്കേഷൻ ഫോം തരത്തുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻ്റെ ചേച്ചി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി എല്ലാ നഴ്സിംഗ് സ്കൂളിലും പോയി ആപ്ലിക്കേഷൻ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ വരുന്ന സമയത്ത് ആ കാനോട്ട് പ്ലേസിലെ വഴിയിലോ DTC ബസ്സിലോ എവിടെയോ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നഷ്ടമായി. ചേച്ചി തിരിച്ചു വന്ന്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരുന്നു, തിരിച്ചു വന്ന് ഹോസ്റ്റലിൽ വന്ന് നോക്കുമ്പം ആ ഒറിജിനൽസ് ഇരിക്കുന്ന ആ കവറ് ചേച്ചിയുടെ കയ്യിലില്ല. എനിക്ക് വല്ലാത്ത വിഷമം വന്നു. പക്ഷെ എൻ്റെ ചേച്ചി അലമുറയിട്ട് കരയുക, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഞാൻ നിമിത്തം കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി കരയുമായിരുന്നു. വീണ്ടും അപ്പോൾ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടു. കോപ്പിയുണ്ട്, അത്രയും മാത്രം. പിന്നെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കൊടുത്തു. അത്രയും മാത്രമേ അന്ന് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷെ ആദ്യമേ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ് റിട്ടേൺ ടെസ്റ്റിന് വന്നത്. ഞാൻ പോയി റിട്ടേൺ ടെസ്റ്റ് എഴുതി. 6ാം റാങ്കിൽ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് കോള് വന്നു. ആ ഇന്റർവ്യൂ അവരെടുത്തു. ഇന്റർവ്യൂവിന് എനിക്ക് സെലക്ഷൻ ഉണ്ടെന്ന്, ഞാൻ 3ാം റാങ്കിൽ സെലക്ഷനിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവർ പറഞ്ഞു ഒറിജിനൽസ് സബ്മിറ്റ് ചെയ്യണം, അല്ലാതെ അഡ്മിഷൻ കിട്ടത്തില്ല. കർത്താവ് ആ സമയത്ത് അവിടുത്തെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അവിടുത്തെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ മിസ്റ്റർ എഡ്വേർഡ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിന്റെ ക്ലാസ്മേറ്റിന്റെ ഹസ്ബൻഡാ. ആ പുള്ളി
ഇന്റർവ്യൂ അന്ന് തന്നെ ഇടപെട്ടു. അവർ പറഞ്ഞു 1 വർഷം നമുക്ക് സമയം കൊടുക്കാം, ഇപ്പം ജോയിൻ ചെയ്യട്ടെ, 1 വർഷം സമയം കൊടുക്കാം, 1 വർഷത്തിനുള്ളിൽ ഈ ഒറിജിനൽസ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. വേറെ എനിക്ക് ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. എൻ്റെ പേരൻസ്, എൻ്റെ അച്ഛൻ്റെ അനിയൻ സ്കൂളിൽ ക്ലർക്കായിരുന്നു. എല്ലാ വിധത്തിലും അവർ ഒത്തിരി ശ്രമിച്ചു ഈ ഒറിജിനൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടിയില്ല. +2ന്റെ മാത്രം ഗാന്ധിജി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് കിട്ടി. ഈ SSLC ബുക്ക് കിട്ടിയില്ല. അങ്ങനെ എൻ്റെ വെക്കേഷനായി. ആ വെക്കേഷൻ കഴിഞ്ഞ് ഒറിജിനൽ ഇല്ലെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എറണാകുളത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് മുണ്ടക്കയത്ത് എൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ ചെന്നു. ചെന്ന ആ ദിവസം എനിക്ക് ഡൽഹിയിൽ നിന്നൊരു ലെറ്റർ എൻ്റെ ഫാദറിൻ്റെ അഡ്രസ്സിൽ ആ വീട്ടിൽ ലഭിക്കുക. 1 വർഷമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് 13 കൈകള് 13 കരങ്ങള് കൈമാറി പഠിക്കുന്ന കൊച്ചിന്റെ ഒരു സർട്ടിഫിക്കറ്റിലാണെന്ന് വിചാരിച്ച് പലയിടത്തും ഞങ്ങളെ അറിയിച്ച് ചോദിച്ചു. ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. ഇത് കിട്ടിയാൽ ഉടനെ കോണ്ടാക്ട് ചെയ്യണമെന്ന്. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞങ്ങൾ ആ ലെറ്റർ അതുപോലെ തന്നെ പാഴ്സൽ ചെയ്ത് ഡൽഹിക്ക് എൻ്റെ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് ചെന്നപ്പോ സ്തോത്രം, എൻ്റെ സർട്ടിഫിക്കറ്റ് റെഡിയായി. എനിക്ക് ജോയിൻ ചെയ്യാൻ പഠിക്കുവാനായിട്ട് കർത്താവ് സാധിച്ചു. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. നമ്മൾ ചിന്തിക്കാത്ത നനയ്ക്കാത്ത രീതിയിൽ നമ്മളുടെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കോഴ്സ് കഴിഞ്ഞു. ഉടനെ തന്നെ ഒരു 4 മാസത്തിനകം 4 മാസമേ ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുള്ളൂ. സൗദി സെലക്ഷനായി മിനിസ്ട്രിയിലേക്ക് പോയി. 10 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെക്കേഷന് തന്നെ എൻ്റെ പേരൻസ് എൻ്റെ വിവാഹത്തിനായിട്ട് തീരുമാനിച്ചു. ഒരു പത്രത്തിലൊക്കെ കൊടുത്തു. അനേക റെസ്പോൺസുകൾ വന്നു. എനിക്ക് തോന്നുന്നു ഒരു 100-150 ലെറ്റേഴ്സ് എൻ്റെ വീട്ടിലേക്ക് വന്നു കാണും. എൻ്റെ പേരൻസ് അതിലൊരു 4 എണ്ണം സെലക്ട് ചെയ്ത് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അത് റെഡിയാക്കി വെച്ചു. ബാക്കിയെല്ലാം നോക്കി കണ്ടു. എൻ്റെ ആഗ്രഹം പോലെ അവരെല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ ചെന്നു. ഓരോ ദിവസം ഓരോരുത്തര് അവര് വന്നു സംസാരിച്ചു. അതിന്റെ ഇടയ്ക്ക് എൻ്റെ പ്രൊപ്പോസൽ, എൻ്റെ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു. അപ്പൊ അന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും സൗദിയിലുള്ള ഒരാളെ കല്യാണം കഴിക്കത്തില്ല എന്ന് എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിരുന്നു. നാട്ടില് അത്യാവശ്യം ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു കുടുംബം മതി, അങ്ങനെ ഒരാഗ്രഹമായിരുന്നു എനിക്കുള്ളത്. പക്ഷെ ഇവര് ഇടയ്ക്ക് വന്നു. അവര് വണ്ടമേടാണ്, ഞങ്ങൾ എറണാകുളമാണ്, ഹൈ റേഞ്ചിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ ഈ 4 പേരും വന്ന് കഴിഞ്ഞു പോയി. എൻ്റെ പേരൻസും എൻ്റെ ബ്രദറും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലൗലി, ഇവര് 4 പേര് സമ്മതമാണെന്ന് പറഞ്ഞു. നീ ഇതിനകത്ത് ഏതാണോ പറയുന്നത് ആ വിവാഹമാണ് നിന്റെ നടത്താൻ പോകുന്നത്. ഇന്നൊന്നു പോലെ ഞാൻ ഓർക്കുന്നു, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല. എനിക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും അറിയില്ല. എങ്കിലും ആ വളർന്ന പശ്ചാത്തലത്തില് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂമിൽ ചെന്ന് നിന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാന്. ഇനി ഏതാ തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങ് അറിയുന്നതിനായിട്ട്. അങ്ങനെ ഞാനൊന്ന് പ്രാർത്ഥിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ വായിൽ വന്ന ഒരു വേടാണ് വണ്ടമേട്. പിന്നീട് ഞാൻ അതെന്റെ പേരൻസിന്റെ അടുത്ത് പറഞ്ഞു. അവര് പോയി അന്വേഷിച്ചു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഏറ്റവും ബെസ്റ്റായ ഒരു പെർഫെക്റ്റ് മാച്ചിനെ എന്റെ കർത്താവിലൂടെ തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ തന്ന ആ കർത്താവിന്റെ സെലക്ഷൻ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങള് സൗദി അറേബ്യയിൽ നിന്ന് ഒരു 2000 ആണ്ടില് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ ബാബുച്ചാന്റെ പപ്പ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും അമ്മ ടീച്ചറുമാ. അവര് പ്രായമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഇളയ മക്കളാണ്, കുടുംബം നോക്കണം, പേരൻസിനെ നോക്കണം, അതുകൊണ്ട് ഞങ്ങൾ റിസൈൻ ചെയ്ത് വന്നു. പക്ഷെ അത് അപ്പച്ചന് ഒരിക്കലും ഇഷ്ടമായില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു ഡയറി ഫാം നടത്തി. ഞങ്ങൾക്ക് അല്പം ഏലത്തോട്ടം കൃഷികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പച്ചൻ ഒന്നിനും സ്വാതന്ത്ര്യം കൊടുത്തില്ല. പിന്നീട് അപ്പോൾ ഞങ്ങള് കുടുംബത്തെ നോക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പൊ ഞാൻ CGFNS-ഉം IELTS-ഉം RN ഒക്കെ എഴുതുന്നതിനെ പറ്റി ചിന്തിച്ചു. ഈ 3 കുഞ്ഞുങ്ങളുണ്ട്, അവരെ നോക്കി പഠിച്ച് എക്സാം ക്ലിയർ ചെയ്തു. ആ സമയത്ത് ഞങ്ങള്
2005 എംബസി ഇന്റർവ്യൂ കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഏജൻസി ഒരു പേപ്പർ ജോബ് ഓഫർ ലെറ്റർ സബ്മിറ്റ് ചെയ്യാവുന്നതിന്റെ പേരിലാണ് വരാൻ പറ്റാഞ്ഞത്. ആ സമയത്ത് എൻ്റെ കാൽമുട്ടുകൾക്ക് വേദനയായിരുന്നു, നീരായിരുന്നു. ആ സമയം ഞാൻ കട്ടപ്പന മാഞ്ഞൂരാൻസില് CGFNS പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിന് നീര. കട്ടപ്പന ഹോസ്പിറ്റലില് ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. 3 മാസത്തേക്കുള്ള മരുന്ന് തന്നു. ആ ടാബ്ലറ്റ് ഒരാഴ്ച 400 രൂപയാണ്. അന്ന് ഞങ്ങൾ ശരിക്കും വിഷമത്തില്, ഒരു ജീവിതത്തില് ബുദ്ധിമുട്ട് എന്താണെന്ന് യഥാർത്ഥമായിട്ട് അറിയുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നു. ആ 400 രൂപ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അന്ന് പറഞ്ഞു 3 മാസം ഗ്ലൂക്കോസാമിൻ സൾഫേറ്റ് എന്നുള്ള ഈ ടാബ്ലറ്റ് 3 മാസം കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ പെറ്റല്ല ട്രാൻസ്പ്ലാന്റേഷൻ എന്ന സർജറിയിലൂടെ കടന്നു പോകേണ്ടി വരും. അന്ന് ഞങ്ങൾ ആ ടാബ്ലറ്റ് മേടിച്ച് എന്നും ഞാൻ 4 മണിക്ക് എഴുന്നേക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉച്ചയ്ക്കുള്ള ആഹാരം വെച്ചിട്ടാണ് 4 മണിക്ക് 7ന്റെ ബസ്സിന് ഞാൻ കട്ടപ്പനയ്ക്ക് പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പം വലിയ പാടാ എഴുന്നേക്കാൻ. ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഈ മരുന്ന് കഴിച്ചു, 3 ദിവസം കഴിച്ചു. 4ാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ ഒരു ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മുറിയിൽ ഇറങ്ങി. ഇനി ഈ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട എന്ന് ശക്തമായ ഒരു പ്രേരണ ഞങ്ങൾക്ക് ലഭിച്ചു. അന്ന് ഞാൻ സൗഖ്യമായി. പിന്നെ ഞാൻ മരുന്നെടുത്തിട്ടില്ല. അന്ന് ഞങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായി. ഈ യേശു, ഈ സുവിശേഷങ്ങളിൽ പറയുന്ന യേശു, സൗഖ്യമാക്കുമെന്ന് പറയുന്ന യേശു, ആ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു ഇന്നും സൗഖ്യമാക്കുന്നു. ആ യേശുവിന്റെ കരം ഇന്നും കുറുങ്ങിപ്പോയിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. അന്ന് ഞാൻ സൗഖ്യമായി. ഹല്ലേലൂയ. പിന്നെ ഞങ്ങള് കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ളൊരു തീഷ്ണത ഞങ്ങളിലുണ്ടായി. എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഇങ്ങനത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്രൂസൈഡുകൾ മീറ്റിങ്ങുകളിലൊക്കെ പോയി സംബന്ധിക്കും. ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ ആ അഭിഷക്തൻ വിളിച്ചു പറഞ്ഞു, നിരന്തരമായ ജലദോഷത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നുവെന്ന്. അത് പറയുമ്പോൾ എൻ്റെ ഭർത്താവും അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ഇതേ സെന്റൻസ്. കർത്താവെ, നിരന്തരമായി എൻ്റെ ജലദോഷത്തെ സൗഖ്യമാക്കണമെന്ന്. അന്ന് യേശു സൗഖ്യമാക്കി. ഞങ്ങളുടെ വിശ്വാസത്തെ വീണ്ടും ഉറപ്പിച്ചു. ഹല്ലേലൂയ. അനേകരോട് ഈ ജീവിക്കുന്ന യേശുവിനെ പറയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അന്ന് 2005 അമേരിക്കയ്ക്ക് വരാൻ സാധിച്ചില്ല എങ്കിലും ആ ദേശത്ത് ഒരു ക്രൂസൈഡുകള് സ്വന്തം പൈസ, ഉള്ള പൈസയൊക്കെ വെച്ച് ക്രൂസൈഡ് നടത്തി ജനത്തിനെ വചനം കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു. സ്തോത്രം. ഒരു ക്രൂസൈഡ് നടത്തുമ്പോൾ അതിന് പോസ്റ്റർ ഒട്ടിക്കുവാന്, അതിന് പരസ്യം കൊടുക്കുവാന് ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു. അപ്പോൾ കാർഷിക ലോണുണ്ട്. അതിന്റെ പലിശ അന്ന് 17,000 രൂപയാണ് ഒരു വർഷത്തിലേക്ക്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ലവ്ലി, ഈ പൈസ എടുത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുക. സ്തോത്ര കാഴ്ച ലഭിക്കുമ്പം നമുക്കത് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉള്ളവരും എല്ലാവരും ചേർന്ന് ആ ക്രൂസൈഡ് എല്ലാം അറേഞ്ച് ചെയ്തു. കട്ടപ്പന ടൗൺ ഹാളിലായിരുന്നു അത് നടത്തിയത്. കർത്തൃദാസന്മാർ വന്നു, വലിയ വിടുതലുകളൊക്കെ നടന്നു. പക്ഷെങ്കില് മീറ്റിംഗ് കഴിഞ്ഞപ്പം ആ മീറ്റിംഗ് ലീഡ് ചെയ്തവർ പറഞ്ഞു, സ്തോത്രകാഴ്ച ഞങ്ങൾ കൊണ്ടുപോവുകയാ, TV മിനിസ്ട്രിയുടെ ആവശ്യത്തിന് പൈസ ആവശ്യമുണ്ട്. അങ്ങനെ അവർ ആ സ്തോത്രകാഴ്ച കൊണ്ടുപോയി. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ വർഷം കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ പലിശ അടയ്ക്കാത്ത എല്ലാ കാർഷിക കടങ്ങളും എഴുതി നീക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് വേണ്ടി ഒരു ചെറുവിരൽ നമ്മൾ അനക്കിയാല് കർത്താവ് നമ്മളെ ചിന്തിക്കാത്ത നനയ്ക്കാത്ത രീതിയിൽ മാനിക്കും. അങ്ങനെ അന്ന് ഞങ്ങളുടെ 1,80,000 രൂപ ഹല്ലേലൂയ എഴുതി തള്ളി. സ്തോത്രം. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ സമയത്ത് എൻ്റെ 2ാമത്തെ മോളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാല്, അവളാണ് ഇപ്പൊ മെഡിസിന് പഠിച്ചുകൊണ്ട് USMLEക്ക് പ്രിപ്പയർ അവളുടെ ഗ്രാജുവേഷൻ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവൾ USMLEക്ക് പ്രിപ്പയർ ചെയ്യുന്നു. ഞാൻ മാഞ്ഞുരാൻസിൽ പോയിട്ട് വൈകിട്ട് 5 മണിക്ക് വരും. അവളെ LKGയിലേക്ക് ചേർത്തു. അവൾക്ക് ഹോംവർക്ക് എന്താണെന്നൊന്നും അറിയില്ല. എനിക്കാണെങ്കിൽ ഒട്ടും സമയവും ഇല്ല. ABCD എഴുതണ്ടേ. അപ്പൊ അവളുടെ ആ 4 ലൈനിൽ ഞാൻ അവളുടെ കരം പിടിക്കും, പക്ഷെ എഴുതുന്നത് ഞാനായിരുന്നു. അങ്ങനെ
ഒരു ABCD IJK എല്ലൊക്കെ ആയപ്പോഴത്തേക്കും ടീച്ചർ സ്കൂളിൽ നിന്ന് എഴുതി, മോള് പേരൻസ് പ്ലീസ് കം ആൻഡ് മീറ്റ് മീ എന്നും പറഞ്ഞൊരു ലെറ്റർ അതിൻ്റെ അടിയിൽ എഴുതി വിട്ടു. ഞാൻ ഹസ്ബൻഡും കൂടെ പോയി ചെന്ന് ടീച്ചറിനെ കണ്ടു. ടീച്ചർ പറഞ്ഞു, ക്ലാസ്സില് ഹോംവർക്ക് ഒക്കെ നന്നായിട്ടാണ് ലെറ്റേഴ്സ് എഴുതിക്കൊണ്ട് വരുന്നേ, പക്ഷെ ബോർഡിൽ ഒരക്ഷരം എഴുതാൻ പറഞ്ഞാല് ഈ കുഞ്ഞ് എഴുതത്തില്ല. ഇങ്ങനെ 3-4 പിള്ളേരേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. കാരണം ഇവളെ അതിനു മുമ്പ് എങ്ങും വിട്ടിട്ടില്ല, ഇവൾക്ക് ഒന്നാന്ന് പോലും അറിയത്തില്ല. അപ്പം 3-4 പിള്ളേരേ ഉള്ളൂ ഇങ്ങനെ ABCD എന്താന്ന് എഴുതാൻ അറിയത്തില്ലാത്ത പിള്ളേര്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സാഹചര്യം ഒട്ടും അനുകൂലമായിരുന്നില്ല ഇവളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഇവൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കാനോ. ഞങ്ങൾ രണ്ടുപേരും കരം പിടിച്ച് പ്രാർത്ഥിച്ചത് ഇന്നതുപോലെ ഞാൻ ഓർക്കുന്നു. എന്റെ കർത്താവെ, അങ്ങ് തന്ന കുഞ്ഞ, അങ്ങ് ഈ സാഹചര്യത്തിന്റെ മേലെ അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളത് മറന്നു. ഈ കുഞ്ഞ് എങ്ങനെ പിക്കപ്പ് ആയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ചെന്ന് ടീച്ചറിനെ കണ്ടപ്പോൾ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, നിസി പിക്ഡ് അപ്പ് വെരി ഫാസ്റ്റ്, ഷീസ് എക്സലന്റ്. ആ എക്സലന്റ് അവൾ ഇന്ന് വരെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ തലമുറകളെ മാനിക്കും. ആ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ മൂത്ത മോള്, അവള് കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ +2 കഴിഞ്ഞ് അവൾക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുങ്ങുക. അപ്പൊ ഞാൻ സൗദി അറേബ്യയില, എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടില. അപ്പൊ അവൾക്ക് എൻജിനീയറിംഗിന്റെ എൻട്രൻസിന് അവൾക്കൊന്നും ലഭിച്ചില്ല. ആകെ അവളുടെ അഡ്മിഷന്റെ ഹോപ്പ് എന്ന് പറയുന്നത് കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷനാ. അവൾക്ക് ആ എൻട്രൻസിന് സെലക്ഷൻ കിട്ടി. എല്ലാ ഡോക്യുമെന്റ്സും ആയിട്ട് മോളും ഹസ്ബൻഡും അവിടെ ക്യൂവിൽ നിൽക്കുക ജോയിൻ ചെയ്യാനായിട്ട്. അപ്പം ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കത്തില്ല എന്ന് അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അറിയുന്ന അവിടത്തെ അഡ്മിഷൻ ലഭിക്കാനുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എൻ്റെ മോളുടെ കയ്യിലില്ല എന്നുള്ളത്. ക്യൂവിൽ നിൽക്കുക. അന്നേരം ഇല്ലെങ്കിൽ പിന്നെ അഡ്മിഷൻ ഇല്ല. കർത്താവ് നടത്തുമെന്ന് വിളിച്ചു പറയുന്ന ഒരു ദേവദാസന്റെ ഭാര്യ ഞാനും അത് വിളിച്ചു പറയുന്നതാ. ഹല്ലേലൂയ, സ്തോത്രം. അവൾ ഇങ്ങനെ അവളുടെ ഫയലെല്ലാം മറിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന്. അപ്പൊ അവളുടെ നേരെ പുറകിൽ നിന്ന് ഒരു ആന്റി പറയുന്നു, മോളെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്ന് കാണിക്കുന്ന എന്തെങ്കിലും മതി. അപ്പൊ അന്നേരം അവള് നോക്കിയപ്പോ അവളുടെ റിയാദിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അവർ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അത് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല. അറ്റസ്റ്റ് ചെയ്യാത്ത സർട്ടിഫിക്കറ്റ് അവർ അംഗീകരിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ആ വൈഫും ഹസ്ബൻഡും അവരുടെ കുഞ്ഞിനു വേണ്ടി അഡ്മിഷന് വേണ്ടിയിട്ട് ഇവരുടെ പുറകിൽ നിൽക്കുന്നതാ. ഉടനെ ആ ഹസ്ബൻഡ് ആ വൈഫിനോട് പറയുക, നീ പെട്ടി തുറന്ന് സീലെടുക്കാൻ. ഹല്ലേലൂയ. അവര് പെട്ടി തുറന്ന് ആ ക്യൂവിൽ വെച്ച് പച്ച മഷി കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. ഇന്നും മറക്കാത്ത ദൈവ നടത്തിപ്പായിട്ട് ആ സാക്ഷ്യം ഞങ്ങളിൽ നിലനിൽക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന വിസ സ്റ്റാമ്പ് ചെയ്യാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിഷയങ്ങളുണ്ടല്ലോ, നമ്മുടെ കർത്താവ് അത്ഭുതവാന, നമ്മുടെ കർത്താവ് നടത്തും, നമ്മുടെ കർത്താവ് വിശ്വസ്തന. ആ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ കർത്താവ്, അങ്ങനെ ഈ കർത്താവ് നടത്തി അനേക വിഷയങ്ങളിലൂടെ ഞങ്ങളെ കടത്തിവിട്ടു. സ്തോത്രം. അതിനുശേഷം ഈ ഏജൻസി 2005 ഞങ്ങളുടെ എംബസി ഇന്റർവ്യൂ കഴിഞ്ഞത് അമേരിക്കയുടെ വരാൻ പറ്റിയില്ല. 2008 വരെ ഏത് ഏജൻസിയാണോ ഞങ്ങൾക്ക് പേപ്പർ സബ്മിറ്റ് ചെയ്യാഞ്ഞത്, ബ്ലൂ ഫോം സബ്മിറ്റ് തന്നിട്ട് ഓഫർ ലെറ്റർ സബ്മിറ്റ് ചെയ്യാത്തത്, ആ ഏജൻസി 2008 ഞാൻ റിയാദിൽ വീണ്ടും പോകുന്നത് വരെ 1 മാസം 10,000 രൂപ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ഓരോ മന്ത് 1-ാം തീയതിയും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം ഏജൻസികളെന്ന് പറഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് പൈസ വാങ്ങത്തേ ഉള്ളൂ. എന്നാലും എൻ്റെ കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ 3 വർഷം എന്ന് ഞാൻ സൗദി അറേബ്യയിലേക്ക് 2008 പോകുന്നു, അന്ന് വരെ ഓരോ മാസം 1-ാം തീയതി ലവ്ലി ബാബുവിന്റെ പേരിൽ ലിവിങ് എക്സ്പെൻസ് അന്നത്തെ കാലത്ത് 10,000 രൂപ അയച്ചു തന്നു. കാക്കയെ കൊണ്ടുപോയി അവനെ പോറ്റിയ ഒരു പിതാവ്. ഹല്ലേലൂയ. തട്ടിപ്പറിക്കുന്ന കാക്കയാ, പക്ഷെങ്കില് പിടിച്ചു മേടിക്കുന്ന ഏജൻസികളാ. പക്ഷെ കർത്താവിന്റെ കരുതലിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 2020 വരെ ഞാൻ വീണ്ടും സൗദി അറേബ്യയിൽ ജോലി ചെയ്തു.
2020 ഞാൻ തിരിച്ചു വന്നു. അപ്പൊ 2018 തൊട്ട് വീണ്ടും ഈ റിട്രോഗ്രഷൻ കഴിഞ്ഞ് USA വിളിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ എൻ്റെ ഇമെയിൽ ID മാറിപ്പോയത് കൊണ്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇനി വീണ്ടും എക്സാം ഒക്കെ എഴുതണം, എന്നാലേ വരാൻ പറ്റത്തുള്ളൂ. വിസ സ്ക്രീനും എല്ലാം എക്സ്പയറി ആയി. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ 2020 റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. മേളിലായിരുന്നു ക്വാറന്റൈൻ, കോവിഡിന്റെ സമയത്ത്. ആ ക്വാറന്റൈൻ കഴിഞ്ഞ് ഞാൻ താഴെ വരുമ്പം US കൗൺസിലേറ്റിൽ നിന്ന് 2 ലെറ്റർ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കുക. അപ്പൊ ആ 2 ലെറ്റർ, സിൻസ് 2 years we are trying to contact you, your file is still active in US consulate, I have to decide whether I have to come or not. അപ്പൊ തന്നെ എനിക്ക് ഒരു സംശയം ഇല്ല. ഞാൻ ആ നോ എന്നുള്ളത് ഷെയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡും മക്കളും എന്നെ സ്റ്റോപ്പ് ചെയ്തു. വെയിറ്റ് ചെയ്യ്, നമുക്ക് ഹസ്ബൻഡിന്റെ സിബ്ലിങ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, ഇത്രയും നല്ല ഒരു ചാൻസാ, ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മക്കൾക്ക് വരണം, അവർക്ക് പഠിക്കണം. കർത്താവിന്റെ ഒരു വിശ്വസ്തത. വീണ്ടും ഞാൻ IELTS എഴുതി. കർത്താവ് എന്നെ അത് കഷ്ടപ്പെടുത്താതെ തന്നെ എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ 2002 ഞങ്ങള് 2022 ഒഹയോയിൽ വന്നു. മെഡിക്കൽ സർജിക്കൽ പോസ്റ്റിംഗ് ആയിരുന്നു. അനേക പ്രശ്നങ്ങൾ കൂടി സാഹചര്യങ്ങൾ കൂടി എല്ലാം കടന്നുപോയി. കർത്താവ് അതിൽ നിന്നെല്ലാം വിടുവിച്ചു. കാരണം ഞാനൊരു നിയോനേറ്റൽ ICU സ്റ്റാഫാ. എനിക്ക് കുഞ്ഞുങ്ങളെ അല്ലാതെ ഒന്നും കെയർ ചെയ്യാൻ അറിയത്തില്ല. ശരിക്കും ഒഹയോയില് കർത്താവ് അനേക പാഠങ്ങള് കരുതലെല്ലാം പഠിപ്പിച്ചു. അവിടെ എൻ്റെ ഹസ്ബൻഡിന്റെ 5 സിബ്ലിങ്സ് ഡാളസിലാണ്, ടെക്സാസിലാണ്. ഇന്ന് ഞാൻ ടെക്സാസിലെ പാർക്ക്ലാൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ജോലി ചെയ്യുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ ചുരുക്കമായിട്ടുള്ള സാക്ഷ്യം. കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ കർത്താവ് ഉള്ളിൽ തന്നിരിക്കുന്ന ഒരാലോചന ദൈവമക്കളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. അതിനായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. John chapter 10 verse 9. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ, നൽകപ്പെട്ട വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ, അങ്ങ് തന്നെ ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെടണമേ. ഹല്ലേലൂയ. ഒരു ഡിവൈൻ മൂവ്മെന്റ്, ഒരു ക്രേസി വിടുതൽ കർത്താവെ ഈ വചനത്തിലൂടെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളോട് അങ്ങ് ഇടപെടണമേ. കർത്താവെ, ഈ വചനം ഞങ്ങളുടെ വിടുതലിനും ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കും എല്ലാം നിമിത്തമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കും അങ്ങേക്ക് പ്രസാദകരമാകണം. അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുക്കണം. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. യേശു, നമുക്കതിന്റെ മുകളിൽ കാണാം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ യേശു വാതിലാണ്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവാകുന്ന ആ വാതിലിലൂടെ നമുക്ക് എങ്ങനെ കടക്കാൻ പറ്റും? ഹല്ലേലൂയ. 100-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വായിക്കാമോ? നൂറാം സങ്കീർത്തനം 4-ാം വാക്യം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. ഹല്ലേലൂയ. യേശുവാകുന്ന വാതിലിലൂടെ നമുക്ക് എങ്ങനെ അകത്ത് കടക്കാം? വചനം പറയുന്നു, അവന്റെ വാതിലുകളിൽ സ്തുതിയോടെ അവന്റെ പ്രകാരങ്ങളിൽ സ്തോത്രത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെയ്യാം. ഹല്ലേലൂയ. സ്തുതിച്ച് യേശുവാകുന്ന വാതിലിലൂടെ കടക്കുവാണെങ്കിൽ അകത്തു വരും. യേശുവിലൂടെ അകത്തു വരും. യേശുവിലൂടെ അകത്ത് വന്നിട്ട് പുറത്തു പോകുമ്പോൾ വചനം പറയുന്നു, ഹല്ലേലൂയ, മേച്ചിൽ കണ്ടെത്തും. ഹല്ലേലൂയ. ആ യേശുവിലൂടെ നമ്മൾ പുറത്തു പോകും
പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ മേച്ചിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഉത്തരമാണ്. ഹല്ലേലൂയ. ഏത് മേഖലയിലൂടെയാണോ നമ്മളെ കർത്താവിലൂടെ കടന്ന് നമ്മൾ പുറത്തു വരുന്നത്, സ്തുതിച്ച് നമ്മൾ പുറത്തു വരുന്നത്, ആ വിഷയങ്ങൾ, പുതിയ മേച്ചിലുകൾ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് നമുക്കായിട്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ആ വാക്യത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെയാ പറയുന്നത്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. രക്ഷപ്പെടുമെന്നുള്ള ഗ്രീക്ക് പദം, അതിന്റെ ഗ്രീക്ക് മൂലഭാഷയില് സോസോ എന്നാണ് ആ ഗ്രീക്ക് പദം ഉച്ചരിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം അവസ്ഥ മാറും. ഹല്ലേലൂയ. അവസ്ഥ മാറും. ഹല്ലേലൂയ. യേശുവാകുന്ന വാതിലിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം, യേശുവാകുന്ന വാതിലിലൂടെ സ്തുതിച്ച് ആരാണോ മുന്നേറുന്നത് അവന്റെ അവസ്ഥയെ നമ്മുടെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസ്ഥകളെ മാറ്റുന്ന ഒരു കർത്താവ്, സാഹചര്യത്തിന് അതീതമായി ജീവിക്കുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സങ്കീർത്തനം 8 ആദ്യ ഭാഗം വായിക്കാമോ? 8 സങ്കീർത്തനം 2 വാക്യം. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ വചനം പറയുന്നു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനത്തില് നമ്മൾ ശിശുക്കളായിരിക്കാം, നമ്മൾ മുല കുടിക്കുന്നവരായിരിക്കാം, നമ്മൾ വചനത്തിൽ മുതിർന്നവരായിരിക്കാം. ഹല്ലേലൂയ. എങ്കിലും ആ വചനത്തിൽ മുതിർന്നു വരുന്ന ശിശുവിനെയോ മുല കുടിക്കുന്നവരെയോ മുതിർന്നവരെയോ തകർക്കുവാനായിട്ട് ദുഷ്ടനായ പിശാച് ഏത് സമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു, അവനെ മിണ്ടാതാക്കുവാൻ, അവന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാൻ നമ്മുടെ വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ആ ബലം എന്താണ് എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിന്റെ 16 വാക്യത്തില് നമുക്കൊന്നും കൂടെ വായിച്ച് ഉറപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിന്റെ 16 വാക്യം. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായില് ബലം നിയമിച്ചിരിക്കുന്നു എന്നുള്ളത് അത് പുകഴ്ചയാണ്. നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ പുകഴ്ത്തുന്നത്? നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് ആ കർത്താവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തന്ന ആ ത്യാഗത്തെ, കർത്താവ് നമുക്ക് വേണ്ടി ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ ജയത്തോടെ മുന്നേറുവാനായിട്ട് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം തന്ന് നമുക്ക് വേണ്ടി എല്ലാം തന്ന് ഇന്ന് നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ് സ്തുതിച്ച് മുന്നേറിയ ഒരു പൗലോസും ശീലാസും. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം അതിന്റെ 18 19 വാക്യം. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് 16-18 അല്ലേ? 18 19. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അവളുടെ യജമാനൻ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി. അതിന്റെ 23 മുതൽ 26 വരെയും കൂടെ വായിക്കാമോ? അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസ് ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു.
ഹല്ലേലൂയ. യഥാർത്ഥത്തില് പൗലോസ് അപ്പോസ്തലൻ ഒരു വിടുതലാണ് അവിടെ നടത്തിയത്. പക്ഷെങ്കില് ആ യജമാനന്മാരുടെ ആദായം അവർക്ക് നഷ്ടമായപ്പോൾ അവരവരെ പൗലോസിനെയും ശീലാസിനെയും ആമത്തിലിട്ട് പൂട്ടി. ഹല്ലേലൂയ. അവരുടെ കാലുകള് ആമത്തിലിട്ട് പൂട്ടപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നു, അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം ചങ്ങലകൾ അഴിഞ്ഞുപോയി എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവരുടെ കരങ്ങളിലും അവരെ ചങ്ങലകൾ ഇട്ടിട്ടുണ്ടാവാം. ഹല്ലേലൂയ. അങ്ങനെ കാലുകളിൽ ആമത്തിലും കരങ്ങളിൽ ചങ്ങലകളുമായി കിടക്കുമ്പോൾ നമുക്കൊന്നും അറിയാം, വചനത്തിൽ ഒന്ന് വ്യക്തമാകുന്നു, അവരുടെ നാവിനെ ബന്ധിക്കുവാൻ, നമ്മൾ സ്തുതിക്കുന്ന അവരുടെ നാവിനെ ബന്ധിക്കുവാൻ ഈ അധികാരികൾക്ക് സാധിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവർ ആ നാവിനാല്, ആ തന്ന നാവിനാല് അവർ കർത്താവിനെ പാടി സ്തുതിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു, ഭൂകമ്പമുണ്ടായി, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുപോയി. ഹല്ലേലൂയ. കതകുകൾ അവർക്ക് മുമ്പിൽ തുറന്നു. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും വചനം വായിക്കുന്നു, അവർ അർദ്ധരാത്രിയിലാണ് അവർ സ്തുതിച്ചത്. ഹല്ലേലൂയ. ആ പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ ഇരിക്കുന്ന ആമേൻ, അപ്പോഴും നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രശ്നത്തിന്റെ അർദ്ധരാത്രി എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന വിടുതൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മൂർധന്യ അവസ്ഥയിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അർദ്ധരാത്രിയില് ഇന്ന് നമ്മൾ ആ അർദ്ധരാത്രിയിൽ കൂടി കടന്നു പോകുന്ന ആരുണ്ട്? എന്റെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, എന്റെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. അതിന്റെ മുമ്പില് വഴി തുറക്കുന്ന കർത്താവ് ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്തിൽ ഒന്നും കൂടെ ഉറയ്ക്കാം. സ്തുതിക്കുന്നതിന്റെ മുമ്പിലാണ് വാതിലുകൾ തുറക്കുന്നത്, ആരാധിക്കുന്നതിന്റെ മുമ്പിലാണ് വിടുതലുകൾ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വേദഭാഗം കൂടി വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലേക്കൊന്ന് വരാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം, അതിന്റെ 1-ാം വാക്യം, 3-ഉം 4-ഉം വാക്യങ്ങൾ ആർക്കെങ്കിലും അതിന്റെ വായിക്കാം? ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയ്യൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. 3-ഉം 4-ഉം. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദായിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിലും നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. ഹല്ലേലൂയ. യഹോശാഫാത്ത് രാജാവിന്റെ നേരെ നനയ്ക്കാത്ത രീതിയിൽ, നനയ്ക്കാത്ത സമയത്ത് വലിയ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഹല്ലേലൂയ, ആ രാജാവിനെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ആ രാജാവിന്റെ ആ സ്റ്റെപ്പിനെ നമുക്ക് ഏറ്റെടുക്കാം. ഉടനെ തന്നെ ദേശത്ത് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ കൂടുവാനായിട്ട് യഹൂദന്മാരെ മൊത്തം ആ രാജാവ് ആഹ്വാനം ചെയ്യുന്നു. പിന്നീട് നാം തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ വലിയ സമൂഹത്തോട് എതിർപ്പാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, എന്ത് ചെയ്യണമെന്നുള്ള അറിവ് ഞങ്ങൾക്കില്ല. എങ്കിലും വചനം പറയുന്നു, ആ ജനം, ആ രാജാവ് അവരുടെ കണ്ണ് അവരെ യഹോവയെങ്കിലേക്ക് തിരിച്ചു, അവരെ യഹോവയെങ്കിലേക്ക് ആശ്രയിച്ചു. നനയ്ക്കാത്ത രീതിയിൽ വന്ന വലിയൊരു പ്രതിസന്ധിയുടെ മേല് ഇത് നമുക്കൊരു മാതൃകയാകട്ടെ. നമ്മുടെ കണ്ണിനെ നമുക്ക് കർത്താവിലേക്ക് ഉയർത്താം. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും, എതിർപ്പാൻ നമുക്ക് കഴിവില്ലായിരിക്കും. പക്ഷെ ഇതിനെയെല്ലാം ഹല്ലേലൂയ, തുടർന്ന് ഹല്ലേലൂയ, ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ സമയത്ത് യഹോവയുടെ ആത്മാവ് യെഹസ്യേലിലൂടെ അരുളി ചെയ്തു, ഹല്ലേലൂയ, ഈ വലിയ സമൂഹ നിമിത്തം, നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന സാഹചര്യ നിമിത്തം, ഈ പ്രശ്നം നിമിത്തം പരിശുദ്ധാത്മാവിന് നമ്മളോട് ഓരോരുത്തരോടും പറയുക, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ മേലുള്ള ആ കൈകാര്യം ചെയ്യേണ്ട വിധങ്ങള് എങ്ങനെ, എന്തെന്നുള്ളത് ആ ചോദ്യചിഹ്നങ്ങളെ എല്ലാം ഇന്ന് നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് അതിന്റെ മേലെ പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ, എത്ര ശ്രേഷ്ഠമായ ഒരു ജയം നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് കാണാം അതിന്റെ 22-ാം വാക്യം, ആ വാക്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 20-ന്റെ 22. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി.
ഹല്ലേലൂയ. ഞാനായിരുന്ന പല സാഹചര്യങ്ങളിലും എപ്പോഴും എന്നെ ബലപ്പെടുത്തി എന്നെ അതിജീവിക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിരുന്ന ഒരു വാക്യമായത്. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവര് തോറ്റുപോയി. ഹല്ലേലൂയ. നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ്, ഉത്തരം തരുന്ന ഒരു കർത്താവ്, ചെവി മന്ദമാകാത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. കാതുകള് മന്ദമായി പോകാത്ത ഒരു കർത്താവ് ഇന്ന് നമുക്കായിട്ട് ജീവിക്കുന്നുവല്ലോ. ഇങ്ങനെ നമുക്ക് ആ യേശുവാകുന്ന വാതിലിലൂടെ സ്തുതിച്ച് മുന്നേറാം. നമ്മളുടെ അവസ്ഥകളെ നിശ്ചയമായിട്ടും കർത്താവ് മാറ്റും. ആ ഹല്ലേലൂയ. കർത്താവിലൂടെ അകത്ത് കടന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ മേലുള്ള പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പാസ്റ്റർ. സിസ്റ്റർ ലവ്ലി, എല്ലാവരും ചേർന്ന് വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്താട്ടെ. എങ്ങനെയാ ലവ്ലി ബാബു സിസ്റ്റർ സെമിനാരിയിൽ ജോയിൻ ചെയ്യാനിടയായത്? ഞാൻ സെമിനാരിയിൽ ജോയിൻ ചെയ്യാനിടയായത് ഞാൻ ആസാദി ടിവിയുടെ സാക്ഷ്യങ്ങള് കേട്ടോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഷാജി പാസ്റ്ററിന്റെ സാക്ഷ്യം കേട്ടത്. അപ്പം അതെനിക്കൊരു വലിയ പ്രചോദനമായിരുന്നു. ഞാൻ പാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. അമ്മച്ചി 94 വയസ്സുണ്ട്. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഇവിടെ വരാനോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് ഇതേ സാഹചര്യം, ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനും മോനും ഉള്ളൂ. എനിക്ക് അധികം സമയമുണ്ട്. അപ്പം ആ കർത്താവിനോടുള്ള തീഷ്ണത, വേലക്കായിട്ടുള്ള ആഗ്രഹം, അതെല്ലാം കൂടെ കൂട്ടി ചോദിച്ചപ്പോൾ പാസ്റ്റർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. സഹോദരങ്ങളെ, നമ്മുടെ സിസ്റ്റർ ലവ്ലി ബാബുവിന്റെ പ്രാക്ടിക്കൽ മിനിസ്ട്രിയുടെ ഫസ്റ്റ് സർമൺ ആയിരുന്നു, റൈറ്റ് അല്ലേ? അതെ അതെ. അതിലെ ഒരു 75% തീയിൽ നിന്ന് വെന്തിറങ്ങിയ ചൂടപ്പം പോലെയുള്ള അനുഭവത്തിന്റെ കനലടകളാണ് നമ്മൾ ആദ്യം കേട്ടത്. കർത്താവിന് വേണ്ടി അവരുടെ കയ്യിൽ 0 ആയിരുന്നപ്പോൾ ലോൺ എടുത്ത് അവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. പക്ഷേ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ചിന്തിച്ചത് ആ ഓഫറിങ് കൊണ്ട് നമുക്ക് കടം വീട്ടാണ്. പക്ഷെ വന്ന ടീമുകാരെ അതും കൊണ്ടുപോയി. പക്ഷേ ആ കടം മറ്റൊരു മുഖാന്തരത്തിലൂടെ ദൈവം എഴുതിത്തള്ളി. ഒരിക്കൽ നെപ്പോളിയൻ തൻ്റെ പടയാളികളുടെ ക്യാമ്പസിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു പടയാളി ഭയങ്കര നിരാശനായി ഡെസ്കിന്റെ മേളിൽ 2 കൈയും വെച്ചിട്ടുണ്ട്. തൻ്റെ തോളിന്റെ സൈഡിൽ കൂടെ തോക്കിന്റെ പാത്തിയും ഇവിടെ ഉണ്ട്. ഇങ്ങനെ വെച്ച് താൻ അവിടെ കിടന്ന് ഉറങ്ങുക. താൻ ശ്രദ്ധിക്കുമ്പോൾ ആ കൂടാരത്തിനകത്തുള്ള ആ പടയാളിയുടെ മേശപ്പുറത്ത് ഒരു പേപ്പറിന്റെ മേൽ ഒരു കല്ല് വെച്ചിരിക്കുക. ആ പേപ്പർ താനിങ്ങനെ പെതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ എടുത്ത് നോക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ വീട്ടിൽ നയിച്ചിരിക്കുന്ന കത്താണ്. ഒരുപാട് കടഭാരങ്ങളുണ്ട്. ആ വീട്ടിലെ സങ്കടങ്ങളും പരാതികളും മുഴുവൻ എഴുതി വെച്ചിരിക്കുന്ന ആ കത്ത് വായിച്ച് ധാരാളം കണ്ണുനീർത്തുള്ളി ആ കത്തിൽ വീണ് കിടപ്പുണ്ട്. നനഞ്ഞ ഒരു കത്തായിരുന്നു. അതിന് താഴെ ഈ പടയാളി പേന കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ദൈവമേ എൻ്റെ കടം ആര് വീട്ടും. അതായിരുന്നു ആ കത്തിൽ ഒടുവിൽ എഴുതിയിരുന്നത്. ഈ കത്ത് കണ്ട നെപ്പോളിയൻ ഇങ്ങനെ ഡീപ്പ് സ്ലീപ്പിലിരുന്ന ആ മനുഷ്യൻ അറിയാതെ നെപ്പോളിയൻ ഇങ്ങനെ എഴുതി വെച്ചു, നിന്റെ കടം മുഴുവൻ ഇന്ന് നെപ്പോളിയൻ വീട്ടിയിരിക്കുന്നു. ഉറക്കമുണർന്നു നോക്കിയപ്പോൾ ആരോ തൻ്റെ കൂടാരത്തിൽ വന്നു പോയതുപോലെ തനിക്ക്
ഫീൽ ചെയ്തു. കാരണം കത്ത് മടങ്ങിയിരിക്കുന്നു. എടുത്തു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. നെപ്പോളിയൻ അതുവഴി വന്നുവെന്നും തൻ്റെ കടം മുഴുവൻ നെപ്പോളിയൻ വീട്ടിയിരിക്കുന്നു. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലേ, അവൻ ആർക്കും കടക്കാരൻ അല്ല. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ആ സ്ഥലത്ത് മാത്രമല്ല 50 സ്റ്റേറ്റിലും ദൈവത്തിന്റെ ശബ്ദമായി ശോഭിക്കട്ടെ. ഇനിയും നമുക്ക് ലെവൽ സിസ്റ്ററിൽ നിന്ന് ഫസ്റ്റ് സെമ്മിലെ 2 സർമണും ഇനി സെക്കൻഡ് സെമസ്റ്ററിലെ 3 സർമണും നമുക്ക് ഇനിയും കേൾക്കാനായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രിപ്പയർ ആയിരിക്കുക. ഓക്കെ, ഈ ദിവസങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളും പ്രായോഗിക പരിശീലനവും മേൽക്കുമേൽ ശുശ്രൂഷയിൽ കൂടുതൽ ഊർജം പ്രാപിച്ച് മുന്നേറാൻ പരിശുദ്ധാത്മാവ് അധികം കൃപ നൽകട്ടെ, അധികം ശക്തി നൽകട്ടെ എന്ന് വിശേഷാൽ ആശംസിക്കുന്നു. സുബ്രഹ്മണ്യൻ വിൽ പ്രേ. സുബ്രഹ്മണ്യൻ നമ്മുടെ ഈ വർഷം ദൈവം വെച്ചാൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. സുബ്രഹ്മണ്യന്റെ ഒരു സർമൺ നിങ്ങൾ പലരും കേട്ടിട്ടില്ലാവും. ക്ലേ ആൻഡ് പോട്ടർ എന്ന് പറഞ്ഞൊരു മെസ്സേജ്. യു റിമെമ്പർ സുബ്രഹ്മണ്യൻ? വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു സർമണാണ്. സുബ്രഹ്മണ്യന്റെ പ്രാക്ടിക്കൽ മിനിസ്ട്രിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ സർമൺ കേൾക്കാം. അദ്ദേഹം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിലേക്ക് വന്ന ഒരാളാണ്. തൻ്റെ ഫാദർ RSSന്റെ ഒരു ലീഡർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. സുവിശേഷ നിമിത്തം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇപ്പൊ സുബ്രഹ്മണ്യൻ അയർലൻഡിൽ ജോലിയോടൊപ്പം കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണിയുടെ ഉടമയാണ്. അയർലൻഡിൽ ഇപ്പോൾ ചെന്നപ്പോൾ തൻ്റെ മാതാവും പിതാവും ഒരു ആരാധനയ്ക്ക് പോകാൻ ദൈവം ഇടയാക്കി. God is working. സ്റ്റുഡൻസ് എല്ലാം കണ്ടിന്യൂലി സുബ്രഹ്മണ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. So Subrahmanya will pray. Amen. Hallelujah. Stotram, stotram, stotram. Heavenly gracious Father, and our loving Savior Jesus Christ, in the spirit of holiness, O Lord Appa. We thank you for your beautiful grace, O Lord Jesus, O Lord Appa. Right from this morning time, O Lord Jesus, I know, Lord Appa, very well, O Lord Jesus, you are speaking to me, my Lord Appa. You are speaking to the people who are listening to you, O Lord Jesus, O Lord Appa. On this 5th day of this 21 days fasting, O Lord Jesus, O Lord Appa, you have been so good to me, my Lord Jesus, You have been giving me the wisdom and knowledge according to the way that, Lord Appa, you have planned, O Lord Jesus. Your plans are mighty than what we have thought, O Lord Jesus. It is not what we plan, O Lord Appa, you are going through, O Lord Appa. Your plans are marvelous, O Lord Jesus. And I would have not seen, O Lord Appa. In our heart, we would have not even desired, O Lord Jesus, more, Lord Appa. Your plans are majestic, O Lord Appa. My Lord Appa, Appa, we thank you for your mercy and guidance, O Lord Appa. Today, O Lord Appa, Shaji Pastor made a call to me, my Lord Jesus, during a meeting, O Lord Appa, and it has been under your mighty plan, O Lord Appa, that I should be joining in this Zoom meeting, O Lord Jesus. At an appointed time, O Lord Appa, you made us in order to hear this beautiful testimony from Sister Lovely Babu, O Lord Jesus. I thank you for your grace, O Lord Jesus. What a powerful testimony, O Lord Appa. Hallelujah, Appa. Each and every word, O Lord Appa, that came from that sister, O Lord Jesus, was so powerful, O Lord Jesus. It is not the way that she is expressing it, O Lord Appa. It is the way that, O Lord Appa, you gave an experience to her, O Lord Appa. Each and every expression that came from her, O Lord Appa, is out of that kind of experience that you have given, O Lord Appa. Whatever happens in our life, O Lord Appa, we have only one thing in our life to say, O Lord Appa, that you are in control, O Lord Appa. Anything that is happening in our life, O Lord Appa, is because of your grace, O Lord Jesus, O Lord Appa. I thank you for making us to hear this beautiful testimony, O Lord Appa. We thank you for that kind of blessing, O Lord Appa. This has motivated us, and motivated us in order to be strong in, O Lord Appa, in our spiritual realm, O Lord Appa. We thank you for your grace and guidance, O Lord Appa. By your grace, O Lord Jesus, let the sister as well as her family members be blessed, O Lord Appa. Take care of each and every needs, O Lord Appa. As we were praying, O Lord Jesus, we surrender her daughter, O Lord Jesus, who have been studying for that examination, O Lord Appa. Lord Appa, let all your plans be
accomplished, oh Lord Jesus. We surrender everything into your hands, oh Lord Appa. Appa, I especially surrender each and every one who have joined in this Zoom platform, oh Lord Appa. Though they are in a busy schedule, oh Lord Appa, they have spent a quality time, oh Lord Appa, coming over here, Appa, praying for your name, oh Lord Jesus. By your grace, let everything be under your control, oh Lord Jesus. Bless each and everyone as well as their family members, oh Lord Appa. I especially surrender Shaji Pastor into your hands, oh Lord Appa. Hallelujah. Even at this point of time, oh Lord Jesus, Appa, irrespective of whatever may be the problem that he has with his health, oh Lord Appa, you have made him in order to work for your kingdom, oh Lord Appa. You have made him in order to come under your wings, oh Lord Jesus, for protection and guidance, oh Lord Jesus. Bless him and take care of his ministry, oh Lord Appa. Any kind of expansion that you are giving for his ministry, oh Lord Appa, be under your plan and mightiness, oh Lord Jesus. Bless him as well as all the plans that he has in order to do an expansion for your kingdom, O Lord Appa. Especially surrender Princey's sister into your hands, O Lord Appa. Ishwe, she has been also preparing for her exam, O Lord Appa. By your grace, Ishwe, if God willingly, O Lord Appa, this Sunday, O Lord Appa, that exam that she is going to write, O Lord Appa, Ishwe, it is not how much we study, O Lord Appa, it is how much is your plan, Ishwe. Let your plan be marvelous, O Lord Appa. If we study and go and if we pass, O Lord Appa, what is there is in order to say a testimony, O Lord Appa. Ishwe, each and every testimony is out of impossibility, O Lord Appa. And Lord, you are going to make it, Ishwe. You are making our life as a testimony, O Lord Appa. Let everything be under your grace and guidance. In Jesus' mighty name we pray. Amen. 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 God bless you, everyone. Praise God. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ പഠിക്കുക, ധ്യാനിക്കുക, വായിക്കുക, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഇത് നമ്മുടെ മുന്നിൽ അധിക കാലങ്ങൾ ഇല്ലല്ലോ. കൂടുതൽ ശക്തരായി, നിയുക്തരായി, പ്രാപ്തരായി, ദൈവത്തിൻ്റെ അഭിഷിക്തകളായി ആയിരിക്കുന്ന രാജ്യത്ത്, ദേശത്ത്, കൗണ്ടിയിൽ, പ്രൊവിൻസിൽ, സബർബുകളിൽ ഒക്കെ ശോഭിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറിയ ദൈവകൃപ നൽകട്ടെ. പുതുതായിട്ട് ജോയിൻ ചെയ്ത ചിലരുണ്ട്. സെമിനാരിൽ ജോയിൻ ചെയ്യാനായി ആഗ്രഹിക്കുന്നവർക്ക് ജാനുവരി 15-നാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇൻസ്പിറേഷൻ ഉള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടണം. നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ആപ്ലിക്കേഷൻ ഞാൻ അയച്ചു തരുന്നതാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രൈസ് ഗോഡ്. ആശീർവാദം നമുക്ക് പറയാം. സുബ്രഹ്മണ്യൻ, you can say the benediction. Hallelujah. Stotram, stotram, stotram. Oh Lord Appa, by the grace of our Father, by the love of our Jesus Christ, and by the fellowship of our Holy Spirit, let there be a grace and guidance in all our life. In Jesus' mighty name we pray. Amen. 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 God bless you, everyone. Thank you. We'll see you morning. Thank you, Pastor. Amen. Thank you, Pastor. God bless you. Amen. Thank you. Thank you, Pastor. Okay, Pastor. നിങ്ങൾക്ക് യൂട്യൂബിൽ വരുന്ന ക്ലാസ്സുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് അനേകർക്ക് കൊടുക്കുക. അനേകർ അത് കേൾക്കാനും അനുഭവം ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.